നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അമൃത. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. വല്ലച്ചിറ പഞ്ചായത്തിലെ ചാത്തക്കുളം സെന്ററിലുള്ള നൂറ്റാണ്ട് പഴക്കമുള്ള കിണർ സംരക്ഷിക്കണമെന്ന ആവശ്യം. കിണർ സംരക്ഷിക്കാൻ നടപടിയില്ലെന്ന് ആരോപിച്ച് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ ധർണ നടത്തി. പാർലം പഞ്ചായത്തിൽ ആദരണീയം പരിപാടി സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പരിധിയിൽ വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഉദ്ഘാടനം ചെയ്തു. അവണിശ്ശേരി പഞ്ചായത്തിലെ ചൊവ്വൂർ അഞ്ചാംകല്ല് സെന്ററിലുള്ള പഞ്ചിംഗ് സ്റ്റേഷന്റെ പ്രവർത്തനം പുനരാരംഭിക്കണമെന്ന് ആവശ്യം. പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ VI ജോൺസന്റെ നേതൃത്വത്തിൽ പ്രതിഷേധിച്ചു. വാർത്തകൾ വിശദമായി. വല്ലച്ചിറ പഞ്ചായത്തിലെ ചാത്തക്കുളം സെന്ററിലുള്ള നൂറ്റാണ്ട് പഴക്കമുള്ള കിണർ സംരക്ഷിക്കണമെന്ന് ആവശ്യം. കിണർ സംരക്ഷിക്കാൻ നടപടിയില്ലെന്ന് ആരോപിച്ച് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ ധർണ നടത്തി. മുന്നാണ് ഒരു ഉച്ചതിരിഞ്ഞ് ഒരു 5 മണിക്കാണ് ഏകദേശം വല്ലച്ചിറ ചാത്തോക്കുളം സെന്ററിൽ വല്ലച്ചിറ പഞ്ചായത്തിന്റെ ഹൃദയഭാഗം എന്ന് പറയുന്ന വല്ലച്ചിറ ചാത്തോക്കുളം സെന്ററിൽ ഒരുപാട് ആളുകൾ ബസ് കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന ഈ ബസ് സ്റ്റോപ്പിനോട് ചേർന്നുള്ള വല്ലച്ചിറ ഗ്രാമപഞ്ചായത്തിന്റെ കീഴിലുള്ള ഈ പഞ്ചായത്ത് കിണർ വലിയ തോതിൽ ഇടിയുകയും അതിനെ തുടർന്ന് ഇവിടുത്തെ നാട്ടുകാരും ഈ കടക്കാരും ഒക്കെ ചേർന്നാണ് ഈ കയർ കെട്ടി ഈ ബസ് സ്റ്റോപ്പ് അടക്കമുള്ള ഒരുപാട് കുട്ടികൾ, ഒരുപാട് ജോലിക്കാർ, ഒരുപാട് സ്ത്രീജനങ്ങൾ ഒക്കെ തന്നെ ബസ് കയറുന്ന ഈ വല്ലച്ചിറ ഗ്രാമപഞ്ചായത്തിന്റെ ഹൃദയഭാഗത്ത് പഞ്ചായത്തിന്റെ കൺമുന്നിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന ഈ ബസ് സ്റ്റോപ്പ് അടക്കമുള്ള പഞ്ചായത്ത് കിണർ ഇടിഞ്ഞു പോയിട്ടും ഒരാഴ്ച കഴിഞ്ഞിട്ട് പോലും അടിയന്തര നടപടി സ്വീകരിച്ചുകൊണ്ട് ജനങ്ങളുടെ ജീവനും സുരക്ഷയ്ക്കും ഭീഷണിയാകുന്ന ഈ കിണറിന്റെ ഭാഗത്തു നിന്ന് ഒട്ടേറെ ആളുകൾ, വിദ്യാർത്ഥികൾ അടക്കമുള്ള സമൂഹം ഇവിടെ ബസ് കയറാനും ജനങ്ങൾക്ക് മറ്റുള്ള വ്യാപാര കേന്ദ്രങ്ങളിലൊക്കെ പോകാനുമുള്ള സ്ഥലത്താണ് ഇത്തരത്തിലുള്ള നമ്മുടെ ജനങ്ങളുടെ എല്ലാവർക്കും ശ്രദ്ധാകേന്ദ്രമാകുന്ന സ്ഥലത്ത് ഈ പഞ്ചായത്ത് കിണർ ഇടിഞ്ഞു വീണിട്ടുള്ളത്. ജലസമൃദ്ധമായ പഞ്ചായത്ത് കിണറിന്റെ ഒരു വശം ഇടിഞ്ഞതോടെ സമീപത്തെ ബസ് സ്റ്റോപ്പിനും കടകൾക്കും പൊതുജനങ്ങൾക്കും ഭീഷണിയായിട്ടും പഞ്ചായത്ത് പ്രശ്നം പരിഹരിക്കാൻ ഇടപെടുന്നില്ലെന്നാണ് ആക്ഷേപം. കിണർ കെട്ടി സംരക്ഷിക്കുകയും കിണർ മൂലമുള്ള അപകടാവസ്ഥ പരിഹരിക്കുകയും ചെയ്യണമെന്നാവശ്യപ്പെട്ടായിരുന്നു കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം. കോൺഗ്രസ് പുതുക്കാട് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് PT ആന്റണി ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് സിജോ ഇടപ്പുള്ളി അധ്യക്ഷത വഹിച്ചു. രമേശ്, തൊമ്മി പിടിയത്ത്, വിജയൻ കളരിക്കൽ, മധുസൂദനൻ, ഷാജു പെല്ലിശ്ശേരി, ജോസ് തീത്തായി, ജയരാജ് എന്നിവർ സംസാരിച്ചു. പാർലം പഞ്ചായത്തിൽ ആദരണീയം പരിപാടി സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പരിധിയിൽ വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഉദ്ഘാടനം ചെയ്തു. എല്ലാവരുടെയും സമൂഹത്തോട് വളരെ സന്തോഷത്തോടുകൂടി ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുകയാണ്. കൂടാതെ തന്നെ ഈ നല്ലൊരു വിജയം നേടിയ കുട്ടികൾക്ക് എല്ലാവരുടെ അഭിനന്ദനങ്ങളും നേടുകയാണ്. കൂടാതെ തന്നെ പ്രയത്നിച്ച് നമ്മുടെ ടീച്ചേഴ്സിനും പാരൻസിനും മറ്റ് ടീച്ചേഴ്സ് എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. നമ്മൾ ഒരുപാട് 10th+2 കഴിയുമ്പോഴത്തേക്ക് ഇതുപോലെ നല്ല വിജയം നേടാനായിട്ട് ഒരുപാട് ആളുകൾ പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ടുണ്ടാവും. നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേക്ക് SSLC എക്സാമിനോ അല്ലെങ്കിൽ +2 എക്സാമിനോ പഠിക്കുമ്പോഴത്തേക്ക് ഇതൊക്കെ ആയിരിക്കും ഒരു മോട്ടിവേഷൻ, ആയിട്ട് ഉണ്ടാവും. കാരണം നമ്മൾ പലപ്പോഴും ഈ ഒരു സമയം കഴിഞ്ഞാൽ ഒരുപാട് നേരിട്ടേക്ക് ഉണ്ടാവും. പക്ഷെ അതിന് പ്രധാനപ്പെട്ട ഉദ്ദേശം അടുത്ത വരുന്ന തലമുറയ്ക്ക് മറ്റു കുട്ടികൾക്ക് ഒരു മോട്ടിവേഷനായിട്ട് ഉണ്ടാവുന്നതാണ്. എന്തായാലും നിങ്ങളെല്ലാവരും കഴിഞ്ഞ വർഷത്തെ ഈ പ്രോഗ്രാമൊക്കെ കണ്ടിട്ടുണ്ടാകും. അതിപ്പോൾ അവർ ആഗ്രഹിച്ചിട്ടായിരിക്കും നിങ്ങൾ ഇത് പഠിച്ചിട്ടുണ്ടാവും. എന്തായാലും നല്ലൊരു വിജയം നേടാൻ സാധിച്ചു. കൂടാതെ തന്നെ ഇത് എക്സാം എഴുതി പാസ്സായ എല്ലാ കുട്ടികൾക്കും തന്നെ ആശംസകൾ അറിയിക്കുകയാണ്.
SSLC +2 പരീക്ഷകളിൽ സമ്പൂർണ്ണ A+ നേടിയ വിദ്യാർത്ഥികൾ, LSS, USS, NMMS സ്കോളർഷിപ്പ് നേടിയ വിദ്യാർത്ഥികൾ എന്നിവരെയാണ് ആദരിച്ചത്. 162 വിദ്യാർത്ഥികൾ ആദരവ് ഏറ്റുവാങ്ങി. പഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനയൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് ആദരിക്കുകയാണ്. അതോടൊപ്പം LSS മികച്ച വിജയം കൈവരിച്ച നമ്മുടെ സെന്റ് ആൻഡ്രീസ് UP സ്കൂളിനെ, കോടന്നൂർ സ്കൂളിനെയും നമ്മൾ ഈ വേദിയിൽ ആദരിക്കുകയാണ്. ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ മിടുക്കന്മാരെയും മിടുക്കികളെയും ഏറെ സ്നേഹത്തോടെ ഞാൻ എൻ്റെ ആശംസകൾ അറിയിക്കുന്നു. അതോടൊപ്പം അഭിനന്ദനങ്ങൾ. വൈസ് പ്രസിഡന്റ് ആശ മാത്യൂസ്, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ജെയിംസ് പോൾ, വിദ്യാനന്ദനൻ, കെ പ്രമോദ്, പഞ്ചായത്ത് അംഗങ്ങളായ ജൂബി മാത്യു, PK ലിജി, സിബി സുരേഷ്, അനിത പ്രസിഡന്റ് KB സുനിൽ, സ്മിനു മുകേഷ്, സുബിത സുഭാഷ്, ഡാലി ബിനോയ്, പഞ്ചായത്ത് സെക്രട്ടറി VS രേഖ എന്നിവർ സംസാരിച്ചു. അവണിശ്ശേരി പഞ്ചായത്തിലെ ചൊവ്വൂർ 5-ാം കല്ല് സെന്ററിലുള്ള പഞ്ചിംഗ് സ്റ്റേഷന്റെ പ്രവർത്തനം പുനരാരംഭിക്കണമെന്ന് ആവശ്യം. പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ VI ജോൺസന്റെ നേതൃത്വത്തിൽ പ്രതിഷേധിച്ചു. 17 വർഷക്കാലത്തോളമായി ഈ പ്രദേശത്ത് പഞ്ചിംഗ് സ്റ്റേഷന്റെ കെട്ടിടം മാത്രമായിട്ടുള്ള അവശേഷിക്കുന്ന ഒരു സ്മാരകമായി മാറുകയാണ്. ഇക്കഴിഞ്ഞ ശനിയാഴ്ച അമിതമായ വേഗതയിലൂടെ വാഹനങ്ങൾ വരികയും ഈ പഞ്ചിംഗ് സ്റ്റേഷനടുത്തുള്ള ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തിരുന്ന 3 വനിതകൾ ഉൾപ്പെടെയുള്ള വ്യക്തികൾക്ക് അപകടം സംഭവിച്ചിരിക്കുകയാണ്. ഈ പ്രദേശത്ത് നിത്യേന വീടുകളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുവാനും വീടുകളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി കാൽനടയാത്രക്കാർ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് മുന്നോട്ട് പോകുവാൻ നിത്യേന അപകടങ്ങൾ മൂലം ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ചേർപ്പ് പോലീസ് സ്റ്റേഷൻ CI ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാർ അതിക്രൂരമായ രീതിയിലുള്ള ഭീഷണിയുടെ സ്വരത്തിലാണ് പൊതുപ്രവർത്തകരുടെ മുന്നിൽ ആക്രമിച്ചുകൊണ്ട് മുന്നോട്ട് പോയത്. ഇവിടെയുള്ള ചേർപ്പ് പോലീസ് സ്റ്റേഷൻ CI ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് കൊമ്പുണ്ടോ എന്ന് ഈ പ്രദേശത്തെ ജനവാസികൾ ചോദിക്കുകയാണ്. കൊമ്പ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ പ്രദേശത്തെ എല്ലാ ജനവിഭാഗങ്ങൾ കൊമ്പ് മുറിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് മുന്നോട്ട് പോകുവാനായിട്ട് അതിവിദൂരമല്ല എന്ന് ഈ അവസരത്തിൽ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. പ്രദേശവാസികൾ ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് പോലീസ് അധികാരികൾക്ക് മുന്നിൽ അപേക്ഷ സമർപ്പിക്കുമ്പോൾ അത് കൃത്യമായ രീതിയിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഇടപെടേണ്ട പോലീസ് ഉദ്യോഗസ്ഥന്മാർ, ഈ കേരളത്തിലുള്ള ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട പോലീസ് ഉദ്യോഗസ്ഥന്മാർ ജനങ്ങളുടെ പരാതിക്ക് ഒരു തരത്തിലുള്ള പൊരുട് കൽപ്പിക്കാതെ ഭീഷണിയുടെ സ്ഥലത്തിലേക്ക് മാറുകയാണെങ്കിൽ പോലീസ് സ്റ്റേഷൻ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലേക്ക് പ്രദേശവാസികളുടെ മാർച്ച് ഉണ്ടാകുമെന്ന് ഈ അവസരത്തിൽ പരസ്യമായിട്ട് ഉന്നയിക്കുവാനായിരിക്കും. സ്ഥലത്തെ MLA ഉൾപ്പെടെയുള്ള MP ഉൾപ്പെടെയുള്ള വ്യക്തിത്വങ്ങൾ ഈ പ്രദേശത്ത് സ്ഥലം സന്ദർശിക്കുവാൻ പോലും തയ്യാറായിട്ടില്ല എന്നുള്ള ഒരു ദുഃഖകരമായ സ്ഥിതിവിശേഷത്തോടെ ഈ പ്രദേശവാസികൾ 20 വർഷങ്ങൾക്ക് മുൻപ് ആരംഭിച്ച പഞ്ചിംഗ് സ്റ്റേഷൻ 3 വർഷത്തോളം പ്രവർത്തിച്ചെങ്കിലും പിന്നീട് നിലച്ചു. പഞ്ചിംഗ് സ്റ്റേഷന്റെ പ്രവർത്തനം നിലച്ചതോടെ മേഖലയിൽ വാഹനങ്ങളുടെ അമിത വേഗതയും അപകടങ്ങളും വർദ്ധിച്ചതായാണ് ആരോപണം. പെരുമ്പിളിശ്ശേരി സെന്ററിൽ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകൾക്ക് സ്റ്റോപ്പ് കഴിഞ്ഞാൽ 3 കിലോമീറ്റർ അപ്പുറം പാലക്കൽ മാർക്കറ്റ് ജംഗ്ഷനിലാണ് അടുത്ത സ്റ്റോപ്പ്. അതുകൊണ്ട് തന്നെ 5-ാം കല്ല് സെന്റർ ഉൾപ്പെടെ ഇതിനിടയ്ക്കുള്ള പ്രദേശങ്ങളിലൂടെ വാഹനങ്ങൾ അമിത വേഗതയിലാണ് പോകുന്നത്. ഇതിനു പുറമെ റോഡിന്റെ കോൺക്രീറ്റ് സ്ഥാപിച്ചതിലെ അശാസ്ത്രീയത മൂലം വാഹനങ്ങൾ ബ്രേക്കിട്ടാലും കൃത്യസ്ഥലത്ത് നിർത്താനാകുന്നില്ലെന്നും ആക്ഷേപമുണ്ട്. പഞ്ചിംഗ് സ്റ്റേഷൻ പുനഃസ്ഥാപിക്കണമെന്നും റോഡിന്റെ അശാസ്ത്രീയത പരിഹരിക്കണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു. വിനയ സച്ചിൻ, VR ബാലഷൺമുഖം, VM ജോഷി, ആന്റണി വീരമ്പുള്ളി, പോൾസൺ എലുവത്തിങ്കൽ, KG ജെയിംസ്, VM അനുരാഗ്, പ്രിൻസ് പുല്ലോക്കാരൻ, പ്രസന്നൻ ചെറുവത്തേരി, സന്തോഷ് ചെറുവത്തേരി തുടങ്ങിയവർ നേതൃത്വം നൽകി. കോൺഗ്രസ് ചേർപ്പ് മണ്ഡലം കമ്മിറ്റി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വിജയത്തിൽ ആഹ്ലാദ പ്രകടനം നടത്തി. മണ്ഡലം പ്രസിഡന്റ് K രാമചന്ദ്രന്റെ നേതൃത്വത്തിലായിരുന്നു പ്രകടനം.
അഡ്വക്കേറ്റ് സുനിൽ ലാലൂർ, സിജോ ജോർജ്, IA വിൽസൺ, CN വേണുഗോപാൽ, EV ഉണ്ണികൃഷ്ണൻ, TN ഉണ്ണികൃഷ്ണൻ, ഷനിൽ പെരുവനം, ജയേഷ്, ജെയ്സൺ മാടക്കായി, സുജിത് കുമാർ, CK വിനോദ്, CN പ്രേംഭാസി, ബാലു കനാൽ, അഭിഷേക് ആറ്റുപുറത്ത്, പ്രവീൺ അഞ്ചേരി, ഫൈസൽ ജിമ്മി ജേക്കബ്, ഷാജൻ കൈപ്പള്ളി, കുട്ടിക്കൃഷ്ണൻ, CM കരീം, സന്തോഷ് ജോയ്സൺ, AS ഉണ്ണികൃഷ്ണൻ, PH ഫൈസൽ, ഉമ്മർ, പ്രസാദ് കിഴക്കൂട്ട്, KP സുബ്രഹ്മണ്യം, CR പ്രസാദ് തുടങ്ങിയവർ നേതൃത്വം നൽകി. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ ക്രഷ് ആരംഭിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ഹരിസി നരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. അംഗനവാടിയോട് കൂടി ചേർന്ന് പ്രവർത്തനം ആരംഭിക്കുകയാണ്. സെൻട്രൽ ഗവൺമെൻറ് പാലന സ്കീം വഴി നമ്മളുടെ വനിതാ ശിശുക്ഷേമ വകുപ്പിന് കീഴിൽ നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ് പഞ്ചായത്തുമായി ചേർന്ന്. അപ്പോൾ അത് വളരെ ഉപകാരപ്പെടുന്ന ഒരു പദ്ധതിയാണ്. അതൊരു ആവശ്യമായിരുന്നു നമ്മുടെ നാട്ടിൽ. കാരണം നമ്മളൊരു നഗരത്തോട് ചേർന്ന് കിടക്കുന്ന പഞ്ചായത്താണ്. നിരവധിയായിട്ടുള്ള ആളുകൾ സ്ഥിരം ജോലിക്ക് പോയി കുടുംബം കഴിയുന്നവരാണ്. അച്ഛനും അമ്മയും ജോലിക്ക് പോകുന്ന കുടുംബങ്ങളാണ് ഭൂരിഭാഗവും. ഇപ്പോൾ നമുക്ക് അവിടെ ഒരു കുഞ്ഞുണ്ടാകുന്ന സമയത്ത് അല്ലെങ്കിൽ കുട്ടികളെ നോക്കാൻ സൗകര്യമല്ലാത്ത ഒരു സ്ഥിതിയുണ്ട്. നഗരങ്ങളിലൊക്കെ ഒരുപാട് ക്രഷുകൾ പ്രവർത്തിക്കുന്നുണ്ട്. മാസം 5000-ഉം 6000-ഉം ഒക്കെ ഫീസുള്ള ഒരുപാട് ക്രഷ്. 6 മാസം മുതലുള്ള കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്നതിന് ശിശുവികസന വകുപ്പിന്റെ നേതൃത്വത്തിൽ അംഗൻവാടികളിൽ ക്രഷ് ആരംഭിക്കുന്നതിന്റെ ഭാഗമായാണ് അവണിശ്ശേരിയിലും ക്രഷ് ആരംഭിച്ചത്. ചെറുവത്തേരി 82-ാം നമ്പർ പ്രിയദർശിനി അംഗൻവാടിയിലാണ് പഞ്ചായത്തിലെ ആദ്യ ക്രഷ് ആരംഭിച്ചത്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഗീതാ സുകുമാരൻ അധ്യക്ഷത വഹിച്ചു. കുട്ടികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി 7 മണി മുതൽ 7 മണി വരെ, രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അവരുടെ എല്ലാ കാര്യങ്ങളും നോക്കി അമ്മമാർക്ക് സമാധാനത്തോടുകൂടി ജോലി ചെയ്യുന്നതിന് വേണ്ടി ഉള്ളൊരു സ്ഥാപനമാണ് ക്രഷ് എന്ന് പറയുന്നത്. അപ്പോൾ ക്രഷ് ഇവിടെ എത്തിച്ചേർന്നുള്ള എല്ലാവർക്കും ഈ പരിപാടിയിലേക്ക് എത്തിച്ചേർന്നതിന് ആശംസകൾ നേരുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുനിൽ ചണാശ്ശേരി, ജനപ്രതിനിധികളായ രമണി നന്ദകുമാർ, വൃന്ദ ദിനേശ്, സായ രാമചന്ദ്രൻ, ക്രഷ് വർക്ക് ശരണ്യ, ICDS സൂപ്പർവൈസർ PA ഷമീന എന്നിവർ സംസാരിച്ചു. കർഷക സംഘം പാലിശ്ശേരി വില്ലേജ് സമ്മേളനം നടന്നു. ഏരിയ സെക്രട്ടറി KS മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ സെക്രട്ടറി KK മോഹൻ, TV മോഹൻ തുടങ്ങിയവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളായി സെക്രട്ടറി CK അനന്തകൃഷ്ണൻ, പ്രസിഡന്റ് KG ബേബികുമാർ, ട്രഷറർ PP പവിത്രൻ എന്നിവരെ തിരഞ്ഞെടുത്തു. വായനാ വാരത്തോടനുബന്ധിച്ച് എട്ടുമന വായനശാലയിലേക്ക് പുസ്തകങ്ങൾ സമ്മാനിച്ച് പനംകുളം DMLP സ്കൂൾ വിദ്യാർത്ഥികൾ. കുട്ടികൾ ലൈബ്രറി സന്ദർശിക്കുകയും ചെയ്തു. ലൈബ്രറിക്ക് പുസ്തകങ്ങൾ സമ്മാനിച്ച വിദ്യാലയത്തിനും തിരികെ പുസ്തകങ്ങൾ തന്നെയായിരുന്നു ലൈബ്രറി അധികൃതരുടെയും സമ്മാനം. പ്രധാനാധ്യാപിക ഷാലി തോമസിന്റെ നേതൃത്വത്തിലായിരുന്നു കുട്ടികൾ ലൈബ്രറി സന്ദർശിച്ചത്. ശാസ്ത്ര സാഹിത്യ പരിഷത്തിലെ സുബ്രഹ്മണ്യൻ മുഖ്യാതിഥിയായിരുന്നു. വായനശാല സെക്രട്ടറി അനിൽ പൂക്കാട്ടിൽ, ജോയിന്റ് സെക്രട്ടറി VB ദിലീഷ്, കമ്മിറ്റി മെമ്പർമാരായ UK മുരളീധരൻ, സ്മിത സുഭാഷ് എന്നിവർ സംസാരിച്ചു. കുട്ടികൾ വിവിധ പരിപാടികൾ അവതരിപ്പിച്ചു. ശ്രീ മഹാലക്ഷ്മി ദേവി മുഖ്യപ്രതിഷ്ഠയായുള്ള കേരളത്തിലെ ഏക ക്ഷേത്രമായ ചൊവ്വൂർ ശ്രീ മഹാലക്ഷ്മി ക്ഷേത്രത്തിൽ ഈ വർഷത്തെ ബ്രഹ്മപുരാണ ജ്ഞാനയജ്ഞത്തിന് തിരിതെളിഞ്ഞു. 18 വർഷങ്ങളിലായി 18 പുരാണങ്ങളുടെ ജ്ഞാനയജ്ഞ സപര്യയുടെ ഭാഗമായാണ് ബ്രഹ്മപുരാണ ജ്ഞാനയജ്ഞം നടത്തുന്നത്. ആവണങ്ങാട്ടിൽ കളരിയിലെ അഡ്വക്കേറ്റ് AU രഘുരാമ പണിക്കർ, യജ്ഞാചാര്യനും ക്ഷേത്രം തന്ത്രിയുമായ ഭാഗവതശ്രീ ബ്രഹ്മശ്രീ VKB മാധവൻ തിരുമേനി, സിനി ഫെയിം ശ്രവണ, ക്ഷേത്രം പ്രസിഡന്റ് AV സഹദേവൻ, സെക്രട്ടറി NM കൃഷ്ണൻ, ട്രഷറർ PC അനീഷ് എന്നിവർ ചേർന്ന് ഭദ്രദീപം തെളിയിച്ചു. ബ്രഹ്മപുരാണ ജ്ഞാനയജ്ഞവേദിയിൽ ക്ഷേത്ര തട്ടകത്ത് വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് വിദ്യാലക്ഷ്മി പുരസ്കാരം നൽകി അനുമോദിച്ചു. യജ്ഞവേദിയിൽ യജ്ഞാചാര്യനും ക്ഷേത്രം തന്ത്രിയുമായ ഭാഗവതശ്രീ
ബ്രഹ്മശ്രീ VKB മാധവൻ നമ്പൂതിരി രചന നിർവഹിച്ച മുത്തശ്ശി ഭാഗവതം എന്ന ഗ്രന്ഥം ആവണങ്ങാട്ടിൽ രഘുരാമ പണിക്കർ സിനി ഫെയിം കുമാരി ശ്രവണയ്ക്ക് നൽകി പ്രകാശനം ചെയ്തു. തിങ്കളാഴ്ച വൈകിട്ട് യജ്ഞാചാര്യനും ക്ഷേത്രം തന്ത്രിയുമായ ഭാഗവത് ശ്രീ ബ്രഹ്മശ്രീ VKB മാധവൻ നമ്പൂതിരി, ക്ഷേത്രം പ്രസിഡന്റ് AV സഹദേവൻ, സെക്രട്ടറി NM കൃഷ്ണൻ, ട്രഷറർ PC അനീഷ് എന്നിവർ ചേർന്ന് കൈതപ്രം ദാമോദരൻ നമ്പൂതിരിക്ക് ഈ വർഷത്തെ കീർത്തിലക്ഷ്മി പുരസ്കാരം സമർപ്പിച്ചു. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 9,095 രൂപ, പവന് 72,760 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. വല്ലച്ചിറ പഞ്ചായത്തിലെ ചാത്തക്കുളം സെന്ററിലുള്ള നൂറ്റാണ്ട് പഴക്കമുള്ള കിണർ സംരക്ഷിക്കണമെന്ന ആവശ്യം. കിണർ സംരക്ഷിക്കാൻ നടപടിയില്ലെന്ന് ആരോപിച്ച് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ ധർണ നടത്തി. പാർലം പഞ്ചായത്തിൽ ആദരണീയം പരിപാടി സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പരിധിയിൽ വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഉദ്ഘാടനം ചെയ്തു. അവണിശ്ശേരി പഞ്ചായത്തിലെ ചൊവ്വൂർ 5-ാം കല്ല് സെന്ററിലുള്ള പഞ്ചിംഗ് സ്റ്റേഷന്റെ പ്രവർത്തനം പുനരാരംഭിക്കണമെന്ന് ആവശ്യം. പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ VI ജോൺസന്റെ നേതൃത്വത്തിൽ പ്രതിഷേധിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.